പത്തനംതിട്ട ആറന്മുളയിലേക്ക് പോകണം നമുക്ക്. അവിടെ സർക്കാർ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ കെട്ടിടത്തിന്റെ ഫിറ്റ്നസ് റദ്ദാക്കി എന്നുള്ള വിവരമാണ് വരുന്നത്. മല്ലപ്പുഴശ്ശേരി ഗ്രാമപഞ്ചായത്താണ് നടപടിയെടുത്തിരിക്കുന്നത്. വിദ്യാർത്ഥികളെ കെട്ടിടത്തിൽ നിന്ന് സമീപത്തെ കെട്ടിടത്തിലെ ഹാളിലേക്ക് മാറ്റിയിരിക്കുകയാണ്. അവിടെയാണ് പണി നടക്കുന്നത്. കെട്ടിടത്തിന്റെ അറ്റകുറ്റപ്പണി എത്രയും വേഗം പൂർത്തിയാക്കണമെന്ന് സ്കൂൾ പ്രിൻസിപ്പൽ ആവശ്യപ്പെട്ടിട്ടുണ്ട്. പത്തനംതിട്ട ആറന്മുള സർക്കാർ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലേക്ക് ഇന്ന് രാവിലെ വിദ്യാർത്ഥികൾ എത്തിയപ്പോൾ സ്കൂൾ മുറ്റത്ത് തങ്ങളുടെ കെട്ടിടത്തിനോട് ചേർന്ന് ഒരു കുറിപ്പാണ് കണ്ടത്. ആ കുറിപ്പിൽ എഴുതി വെച്ചിരിക്കുന്നത് നോ എൻട്രി ഫോർ സ്റ്റുഡൻസ് എന്നാണ്. കുട്ടികൾ ഇത് കണ്ട് ആദ്യം ഒന്ന് ആശങ്കപ്പെട്ടു. സ്കൂൾ അധികൃതരുമായി സംസാരിച്ചു. അപ്പോഴാണ് അറിയാൻ കഴിഞ്ഞത് തങ്ങൾക്കിനി ഈ കെട്ടിടത്തിനകത്തിരുന്ന് പഠിക്കാൻ കഴിയില്ല. അതിന് കാരണം ഈ സ്കൂളിൻ്റെ ഫിറ്റ്നസ് ഗ്രാമപഞ്ചായത്ത് റദ്ദാക്കിയിരിക്കുന്നു. മല്ലപ്പുഴശ്ശേരി ഗ്രാമപഞ്ചായത്താണ് ഇന്നലെ ഈ കെട്ടിടത്തിൻ്റെ ഫിറ്റ്നസ് റദ്ദാക്കിയതായിക്കൊണ്ടുള്ള ഒരു നോട്ടീസ് സ്കൂൾ അധികൃതർക്ക് നൽകിയത്. കെട്ടിടത്തിൻ്റെ കാലപ്പഴക്കം നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയും. ഇതിൻ്റെ ഉദ്ഘാടനം നിർവഹിച്ചിരിക്കുന്നത് ഒക്ടോബർ 14, 1972. അന്ന് മന്ത്രി ടി.കെ. ദിവാകരനാണ് ഈ കെട്ടിടത്തിൻ്റെ ഉദ്ഘാടനം നിർവഹിച്ചത്. അപ്പോൾ അത്രയും കാലപ്പഴക്കമുള്ള കെട്ടിടമാണ്. ഈ കെട്ടിടത്തിൻ്റെ പല ഭാഗങ്ങളിലും കമ്പി തെളിഞ്ഞ അവസ്ഥയിലാണ്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ഇപ്രാവശ്യം ജൂൺ മാസത്തിൽ സ്കൂൾ തുറക്കുന്നതിന് മുമ്പ് ഇവിടെ ഫിറ്റ്നസ്സിനായിട്ടുള്ള ഒരു പരിശോധന നടന്നിരുന്നു. പക്ഷേ ആ പരിശോധനയിൽ അധികൃതർ ഈ സ്കൂൾ കെട്ടിടത്തിന് ഫിറ്റ്നസ് നൽകിയിരുന്നു. പക്ഷേ പിന്നീട് രണ്ടാമതും ഒരു പരിശോധന നടത്തി. ആ പരിശോധനയിലാണ് ഈ ഫിറ്റ്നസ് റദ്ദാക്കിയതായിട്ടുള്ള ഒരു അറിയിപ്പ് ഇപ്പോൾ സ്കൂൾ അധികൃതർക്ക് നൽകിയിരിക്കുന്നത്. ഏതായാലും ഇപ്പോൾ ഈ കുട്ടികളെയെല്ലാം ഈ കെട്ടിടത്തിൽ നിന്ന് മാറ്റി അപ്പുറത്തുള്ള ഓഡിറ്റോറിയത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇന്നലെ ഒരു 3:45 മണിയോട് അടുത്തപ്പോഴാണ് നമുക്ക് ഗ്രാമപഞ്ചായത്തിൽ നിന്നും എയുടെ കത്ത് ലഭിച്ചത്. സ്കൂൾ തുറക്കുന്നതിന് മുമ്പ് ഇവിടെ ഒരു പരിശോധന നടത്തി ഫിറ്റ്നസ് നൽകിയതല്ലേ? മെയ് 19, അതായത് 2025 മെയ് 19 ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് കിട്ടിയതായിരുന്നു. അപ്പോൾ കുട്ടികളെ ഇവിടെ ഇരുത്തി അധ്യയനം നടത്താൻ പറ്റില്ല എന്നുള്ളൊരു ഓർഡറാണ് കിട്ടിയിരുന്നത്. അതുകൊണ്ട് തന്നെ ഇന്ന് രാവിലെ ഞങ്ങൾ കുട്ടികൾക്ക് ഇവിടെ എൻട്രി കൊടുക്കാതെ അവരെ സുരക്ഷിതരാക്കുക എന്നുള്ള ഇതിലാണ് ഓഡിറ്റോറിയത്തിലേക്ക് മാറ്റിയത്. ഇപ്പോൾ ജില്ലാ പഞ്ചായത്ത് അധികാരികളുമായി സംസാരിച്ചിരുന്നു. അവരുടെ ഒരു തീരുമാനം എന്താണ് അവർ അറിയിച്ചത്? ഇതിപ്പം നമ്മുടെ കെട്ടിടത്തിൻ്റെ അവസ്ഥ പലതവണയായി നമ്മൾ ജില്ലാ പഞ്ചായത്തിനെ അറിയിച്ചിട്ടുണ്ടായിരുന്നു. പഞ്ചായത്ത് സെക്രട്ടറിയെ നേരിൽ കണ്ട് എത്രയും പെട്ടെന്നൊരു സൊല്യൂഷൻ ഇതിന് ആവശ്യമാണെന്നുള്ളത്. കാരണം നമുക്കിങ്ങനെ ഓഡിറ്റോറിയത്തിൽ കുട്ടികളെ ഒരുമിച്ചിരുത്തി അധ്യയനം നടത്തുക സാധ്യമല്ല. അപ്പോൾ എത്രയും പെട്ടെന്ന് നമുക്കൊരു സൊല്യൂഷൻ കണ്ടെത്തി തരണമെന്ന് അപേക്ഷിച്ചിട്ടുണ്ട്. അപ്പം ഉച്ചയ്ക്കൊരു 2 മണിയോടുകൂടി അവിടുന്ന് എഞ്ചിനീയറിംഗ് വിങ്ങിലെ ടീമും അതുപോലെ ജില്ലാ പഞ്ചായത്ത് മെമ്പറും സ്കൂളിലേക്ക് എത്താമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. സ്കൂൾ പ്രിൻസിപ്പൽ പറഞ്ഞതുപോലെ എത്രയും പെട്ടെന്ന് ഈ കെട്ടിടത്തിൻ്റെ അറ്റകുറ്റപ്പണികൾ പൂർത്തിയാക്കി ഇതിന് ഫിറ്റ്നസ് കിട്ടുന്നതിനുള്ള നടപടിയിലേക്ക് പോവുക, അതുമാത്രമാണ് തങ്ങൾ ആഗ്രഹിക്കുന്നത് എന്നാണ് സ്കൂൾ പ്രിൻസിപ്പളും വിദ്യാർത്ഥികളും ഒപ്പം തന്നെ മറ്റ് ജീവനക്കാരും പറയുന്നത്. വീഡിയോ ജേർണലിസ്റ്റ് അജി കൊടുമണ്ണൊപ്പം റിപ്പോർട്ടർ പ്രവീൺ പുരുഷോത്തമൻ, ഇൻ റിപ്പോർട്ടർ, പത്തനംതിട്ട. ഏതായാലും മുഖ്യമന്ത്രി ഇന്ന് വിളിച്ച യോഗത്തിൽ ഇക്കാര്യങ്ങളിലൊക്കെ തീരുമാനമായിട്ട് പഴക്കം ചെന്ന സ്കൂൾ കെട്ടിടങ്ങൾ, ആശുപത്രി കെട്ടിടങ്ങളൊക്കെ പൊളിച്ചു മാറ്റണം. അതിന് 2 ആഴ്ചയ്ക്കകം ബലഹീനമായ കെട്ടിടങ്ങളുടെ ഒരു ലിസ്റ്റ് തയ്യാറാക്കാനുള്ള നിർദ്ദേശമാണ് മുഖ്യമന്ത്രി തന്നെ നൽകിയിരിക്കുന്നത്. ഏതായാലും സ്കൂളുകളിലെ സുരക്ഷ ഉറപ്പാക്കേണ്ടത് അനിവാര്യം തന്നെയാണ്.